Hi all, welcome to Tools Academy. നമ്മൾ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ എല്ലാവരും. മോഡൽ എക്സാംസും മാക്സിമം റിവിഷനും ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ അല്ലേ, മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം. നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ സമയമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ് മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മെഗാ റിവിഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മെഗാ റിവിഷൻ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോസ് അക്കാഡമിയിൽ സെറ്റിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു എക്സാമിന് ശേഷം. ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട്. സെറ്റ് HSST മിനി ബ്രിഡ്ജ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾക്കറിയാം HSST ഫിസിക്സ് ഇപ്പൊ എക്സാം വരാനിരിക്കുകയാണ്. ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ വരുന്ന സെറ്റ് ഒരു ഒന്നോ രണ്ടോ സെറ്റിന് ശേഷം HSC എക്സാം കോൾ ഫോർ ചെയ്യും. അപ്പോൾ ഈ വരുന്ന സെറ്റിന്റെ കോച്ചിങ് മുതൽ നമ്മൾ എന്താണ് ഒരു ബ്രിഡ്ജ് കോഴ്സ്, അതായത് HSSTയിലേക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സും കൂടെ സെറ്റിന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ HSSTയുടെ റെഗുലർ ബാച്ച്, അതായത് സെറ്റ് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിന് HSST എന്ന് പറയുന്ന എക്സാം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ട ഒരു ആദ്യപടി, ഒരു ഫൗണ്ടേഷൻ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പാരലലി HSSTയുടെ ക്ലാസ്സുകളും തുടങ്ങും. റെഗുലർ ബാച്ചുകൾ, ലോങ് ടേം ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ റിവിഷനിലേക്ക് പോവാം. സോ ആദ്യം തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു മാർക്കിന് മിക്കവാറും തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പ്രോബ്ലംസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. dn-k എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ d എന്ന് പറയുന്ന ഡയമെൻഷൻ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് k എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രെയിന്റുകളാണ് k എന്ന് പറയുന്നത് അല്ലെ. എന്താണ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, അപ്പൊ കൺസ്ട്രെയിൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്? ഹോളോണോമിക് കൺസ്ട്രെയിന്റുകൾ ഉണ്ട് അല്ലെ, ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റ് ഉണ്ട്. എന്താണ് ഹോളോണോമിക് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കൺസ്ട്രെയിന്റുകളാണ് ഹോളോണോമിക് കൺസ്ട്രെയിന്റ്. നോൺ ഹോളോണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീക്വാലിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നവ. അതേപോലെ തന്നെ സ്ക്ലീറോനോമസ് കൺസ്ട്രെയിന്റുകൾ ഉണ്ട്, സ്ക്ലീറോനോമസ് കൺസ്ട്രെയിന്റ്. അതേപോലെ തന്നെ റിയോനോമസ് കൺസ്ട്രെയിന്റ്. ഇപ്പൊ സ്ക്ലീറോനോമസ് എന്ന് പറയുമ്പോൾ കൺസ്ട്രെയിന്റ് വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണ്. റിയോനോമസ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഡിപെൻഡന്റ് ഓഫ് ടൈം ആണ്. അപ്പൊ ഇതും എല്ലാം അതിന്റെ എക്സാമ്പിളുകളും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കൺസ്ട്രെയിന്റുകൾ dn-k എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം f എന്ന് പറയുന്നത് f is equal to dn-k ആണ് അല്ലെ. f is equal to dn-k. ഓക്കെ, അപ്പൊ d എന്ന് പറഞ്ഞ ഡയമെൻഷൻ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് k is a constraint. അപ്പൊ ഈ രീതി ഇപ്പം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ റിജിഡ് ബോഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. റിജിഡ് ബോഡിയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അല്ലെ. ഇതേപോലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം കുറച്ച് ലഗ്രാഞ്ചീസ് ഇക്വേഷനുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ലഗ്രാഞ്ചീസ് ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്താണ്? ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. വളരെ ഇതായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ എന്താണ് വരിക? ½ mv² പ്ലസ് q ഇൻറ്റു വി ഡോട്ട് എ പ്ലസ് q ഇൻറ്റു വി ഡോട്ട് എ മൈനസ് q5 ആണ്. ഓക്കെ, അപ്പം ½ mv² പ്ലസ് ആണ് വരേണ്ടത്, പ്ലസ് q/c v ഡോട്ട് എ പ്ലസ് q/c v ഡോട്ട് എ. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാ നോക്കുക. അപ്പം ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട് അല്ലെ. പിന്നെ അടുത്ത മൈനസ് q5 ആണ് വരിക, മൈനസ് q. ഇപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ലഗ്രാഞ്ചിയൻ ഫോർ എ കോമ്പൗണ്ട് പെൻഡുലം, ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ½ i θ ഡോട്ട് സ്ക്വയർ പ്ലസ് mgl cos θ.
ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഇങ്ങനത്തെ ലഗ്രാഞ്ചീസ് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ലഗ്രാഞ്ചീസ് ഇക്വേഷനുകൾ ഉണ്ട്. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്ന വളരെ നല്ലതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലഗ്രാഞ്ചിയൻ നമുക്ക് തരും. ഓക്കെ, ലഗ്രാഞ്ചിയൻ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹാമിൽട്ടോണിയൻ ഡിറൈവ് ചെയ്തെടുക്കണം. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് സെറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എച്ച് ഇസ് ഈക്വൽ ടു പി ജെ ക്യൂ ജെ ഡോട്ട് മൈനസ് എൽ എന്ന് പറയുന്ന ഇക്വേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തരത്തിൽ ഹാമിൽട്ടോണിയൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ക്യൂ ജെ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് എത്ര നമ്മുടെ കോർഡിനേറ്റുകളാണ് അല്ലെ. അപ്പൊ ക്യൂ ജെ ഡോട്ട് എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. അപ്പൊ എക്സും വൈയും നമ്മുടെ ഇതിനകത്തുണ്ടെങ്കിൽ പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട്, ഈ രീതിയിലാണ് ഇത് വർക്ക്ഔട്ട് മൈനസ് എൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ലഗ്രാഞ്ചിയനിൽ എക്സും വൈയും ആണ് കോർഡിനേറ്റ് എങ്കിൽ പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് ലഗ്രാഞ്ചിയൻ ചെയ്യുക. ഇങ്ങനെയാണ് ഹാമിൽട്ടോണിയനിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അത് ജനറലൈസ്ഡ് വെലോസിറ്റി കോർഡിനേറ്റ് QK of a classical system with Lagrangian L is said to be cyclic if. Okay, എന്താണ് സൈക്ലിക് ആവാനുള്ള കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. സൈക്ലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ എക്സ് ഡോട്ട് ഉണ്ട്, ബട്ട് എക്സ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ് അല്ലെ. എക്സ് ആബ്സെന്റ് ആയിട്ട് എക്സ് ഡോട്ട് പ്രസന്റ് ആണ് എങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണ്, സൈക്ലിക് ആണ് നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മളത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ എക്സ് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ എന്താണ്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു 0 അല്ലെ. ഇതാണ് വരിക ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ. ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ക്യൂ കെ എന്ന് പറയുന്നത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. എക്സ് ഡോട്ട് ഉണ്ട്, പക്ഷെ എക്സ് എന്ന് പറയുന്നത് ആ ഒരു ലഗ്രാഞ്ചിയനിൽ ആബ്സെന്റ് ആണ്. ഇങ്ങനത്തെ കേസ് ആണത് സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ട് മാറുന്നത്. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്, ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഓക്കെ, അടുത്ത സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ കാണാറുണ്ട് കേട്ടോ. എ spaceship is traveling with a velocity of 0.4 c, where c is the speed of the light. A person performing an experiment in this spaceship observes a particle moving with velocity of 0.4 c in same direction as that of the motion of a spaceship. The stationary observer on Earth would observe the particle to have the velocity. Okay, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, നമ്മളിവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ സ്പീഡ് ഓഫ് സ്പേസ് ഷിപ്പ് അല്ലെ, സ്പീഡ് ഓഫ് സ്പേസ് ഷിപ്പ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്, 0.4 c ആണ് അല്ലെ. അടുത്തത് സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ ആണ്. സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എന്ത് തന്നെയാണ്, 0.4 c ആണ്. സ്പേസ് ഷിപ്പ് ഈസ് ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 0.4 c ആൻഡ് ഒബ്സർവ്സ് എ പാർട്ടിക്കിൾ, രണ്ടിന്റെയും വെലോസിറ്റി 0.4 c ആണ്. ഓക്കെ, ഇനി എന്താണ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഒബ്സർവിംഗ് ബൈ ഒബ്സർവർ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നോക്കി ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ, യു ഡാഷ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 1 മൈനസ് യു വി ബൈ സി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ അല്ലെ. ഇനി ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 c പ്ലസ് 0.4 c ബൈ 1 മൈനസ് 0.4 c into 0.4 c by c square അല്ലെ. ഈ സിയും സിയും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.8 c by 1.16 എന്ന് വരും. 0.8 c by 1.16 which is equal to 0.69 c എന്നാണ് ആൻസർ വരുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഇക്വേഷനിൽ എന്ത് വരും, ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റിവിറ്റിയുടെ കൺസെപ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത്
സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ടു മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ ഫോഴ്സ് എന്താണ്? എനർജി കൺസർവേഷൻ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഈ ഒരു സെൻട്രൽ ഫോഴ്സിൽ ഓർബിറ്റ് ഓൾവേസ് ലൈസ് ഇൻ എ പ്ലെയിൻ which is perpendicular to a fixed direction of angular moment. Orbit എപ്പോഴും ലൈസ് ഇൻ എ പ്ലെയിൻ ആണ്. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എത്ര എന്താണ്? half mr dot square plus L square by 2mr square plus potential is a constant. പഠിച്ചു വെക്കുക. ഇക്വേഷൻ ഓഫ് ദ പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. d square u by d theta square equal to minus u minus m by L square u square f of 1 by u. ഓക്കെ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ഇക്വേഷനുകളാണ്. ഇതൊക്കെ നമുക്ക് എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ചോദിക്കാൻ ചാൻസും ഉണ്ട്. ഓക്കെ, ഒരു സെൻട്രൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അത് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, ബേസിക് പ്രോപ്പർട്ടീസ് നോക്കി വെക്കണം. അതേപോലെയാണ് സെമി എംപെരിക്കൽ മാസ് ഫോർമുല. സെമി എംപെരിക്കൽ മാസ് ഫോർമുല ഇതൊന്ന് നിങ്ങൾ എന്തായാലും റെഫർ ചെയ്തിട്ട് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അത് പഠിക്കുമ്പോൾ ഓരോ ടേമുകൾ ഉണ്ട് അല്ലെ, വോളിയം ടേം ഉണ്ട്, സർഫസ് എനർജി ടേം ഉണ്ട്. അതുമൊക്കെ ആയിട്ട് അതിനൊരു എന്താ പറയാ, ഒരു മാസ് നമ്പറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതിന്റെ പവറുകൾ, മാസ് നമ്പറിന്റെ പവറുകൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടികൾ, ന്യൂക്ലിയർ ഫോഴ്സ് അതിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കണം. ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും തന്നെ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്, സ്പിൻ ഡിപെൻഡന്റ് ആണ്, നോൺ സെൻട്രൽ ഫോഴ്സുകളാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് റേഡിയോ ആക്ടിവിറ്റിയുടെ ഏരിയ, റേഡിയോ ആക്ടിവിറ്റി, അതിൽ നിന്ന് പ്രോബ്ലം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ R equal to R0 a raised to 1/3 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മാത്തമാറ്റിക്കലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. റേഡിയോ ആക്ടിവിറ്റിയും കുറച്ചും കൂടെയൊക്കെ T-half കാൽക്കുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ബേസിക് ആയിട്ട് ഏരിയാസിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. ഇനി ന്യൂക്ലിയർ ഫിസിക്സിലെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ന്യൂക്ലിയർ ആൻഡ് എലമെന്ററി ഫിസിക്സ് എന്നാണ്. ന്യൂക്ലിയർ ആൻഡ് എലമെന്ററി ഫിസിക്സ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൽ, നമ്മുടെ സിലബസിൽ പറയുന്നത് അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലമെന്ററി പാർട്ടിക്കിൾസ് മെയിൻ ആയിട്ട് ഫെർമിയോൺസും ബോസോൺസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഫെർമിയോൺ എന്ന് പറഞ്ഞാൽ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ ആണ്, ബോസോൺസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ സ്പിൻ ഉള്ള പാർട്ടിക്കിൾസ് ആണ്. ഫെർമിയോൺസിന്റെ ഡിവിഷനിലാണ് ലെപ്റ്റോൺസും ബേരിയോൺസും വരുന്നത്. ലെപ്റ്റോണുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വെച്ചിട്ട് പോവാ കേട്ടോ. ലെപ്റ്റോണുകൾ, അതേപോലെ ബേരിയോൺസ്, ന്യൂക്ലിയോൺസ് എന്ന് പറയുന്ന ഒരു ബേരിയോൺസ് ആണ്. ന്യൂക്ലിയോൺസിൽ വരുന്നതാണ് ന്യൂട്രോണും പ്രോട്ടോണും. ന്യൂട്രോണും പ്രോട്ടോണിന്റെയും ക്വാർക്ക് സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്രോണിന്റെ എന്താണ്, 2 ഡൗണും ഒരു അപ്പ് സ്ട്രക്ചറും ആണ് ഉള്ളത്. പ്രോട്ടോണിന്റെ എന്താണ്, 2 അപ്പും ഒരു ഡൗൺ സ്ട്രക്ചറും ആണ് ഉള്ളത് അല്ലെ. അടുത്തത് എന്താണ്, ഹൈപ്പറോൺസ് ആണ്. ഹൈപ്പറോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ട എന്താണ്, ഹൈപ്പറോൺസ് ആർ സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് അല്ലെ. they are produced in pairs ആണ്. ഇനി ലാംഡ 0, കാസ്കേഡ് 0 മൈനസ്, സിഗ്മ പ്ലസ് 0 മൈനസ്, ഒമേഗ മൈനസ് ഒക്കെ എന്താണ്, ഹൈപ്പറോൺസ് ആണ്. ഒമേഗ മൈനസിന്റെ ക്വാർക്ക് സ്ട്രക്ചർ എന്താണ്, SSS ആണ് അല്ലെ. അതേപോലെ തന്നെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു എലമെന്ററി പാർട്ടിക്കിൾ ആണ് ഡെൽറ്റ പ്ലസ് പ്ലസ്. ഡെൽറ്റ പ്ലസ് പ്ലസിന്റെ UUU ആണ് ക്വാർക്ക് സ്ട്രക്ചർ, അതും ചോദിക്കാറുണ്ട്. ബോസോൺസിൽ വരുന്നതാണ് മെസോൺസും ഫീൽഡ് ബോസോണുകളും. മെസോൺസ് ആൻഡ് ഫീൽഡ് ബോസോൺസ് എന്ന് പറയുമ്പോൾ
photons, gravitons, W plus or minus Z, bosons and gluons. ഇനി നിങ്ങൾക്ക് ഒരു വർക്ക് തരാം, ഇതേ ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ സ്പിൻ എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. പ്രത്യേകിച്ച് ഗ്രാവിറ്റോണിന്റെ ഫോട്ടോണിന്റെ ഒക്കെ സ്പിന്ന് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. ഇനി മെസോണുകൾ, ഈ കയോൺ എന്ന് പറയുന്ന ഒരു മെസോൺ ആണ്. പക്ഷെ ആക്ച്വലി കയോൺ K0, K+, K0, K-K0 ബാർ ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ആക്ച്വലി അവര് ഡബ്ലെറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് കേട്ടോ. പൈ പ്ലസ് പൈ മൈനസ് പൈ 0 ഒക്കെ എന്താണ്, മെസോണുകളാണ്. ഓക്കെ, അപ്പൊ ഈ എലമെന്ററി പാർട്ടിക്കിൾസിന്റെ ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേബിൾ അറിയുമെങ്കിൽ കുറെയൊക്കെ കൺഫ്യൂഷൻസ് ഒഴിവാക്കി നമുക്ക് എലമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. പിന്നെ ക്വാർക്ക് സ്ട്രക്ചറുകൾ ചോദിക്കാം. ക്വാർക്ക് സ്ട്രക്ചറുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയിലൊക്കെ വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ രീതിയിൽ പഠിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ ക്വാർക്ക് സ്ട്രക്ചറുകൾ ബൈ ഹാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ഒരു രീതി എടുത്തിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ക്വാർക്ക് സ്ട്രക്ചർ ഓരോ തവണയും ഓരോ എലമെന്റിന്റെ ചോദിക്കും. ഡെൽറ്റ പ്ലസ് പ്ലസും ഒമേഗ മൈനസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രോട്ടോൺസ്, ന്യൂട്രോൺസിന്റെ ക്വാർക്ക് സ്ട്രക്ചർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം എന്തായാലും നോക്കിയിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ. അതേപോലെ ഒരു റിയാക്ഷൻ ഫോർബിഡൻ ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു റിയാക്ഷൻ നടക്കുമോ, അപ്പൊ എന്തൊക്കെ ചെക്ക് ചെയ്യണം, QBL, അതായത് ചാർജ്, ബേരിയോൺ നമ്പർ ആൻഡ് ലെപ്റ്റോൺ നമ്പർ ചെക്ക് ചെയ്യണം അല്ലെ. ഒരു ലെപ്റ്റോൺ ആണെങ്കിൽ ലെപ്റ്റോൺ നമ്പർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. ആന്റി ലെപ്റ്റോൺ ആണെങ്കിൽ -1 ആയിരിക്കും. ലെപ്റ്റോണുകൾ അല്ലാത്ത സ്പീഷീസ് ആണെങ്കിൽ 0 ആണ്. ബേരിയോൺസും അതേപോലെ തന്നെയാണ്. ബേരിയോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ ആണെങ്കിൽ അതിന്റെ ബേരിയോൺ നമ്പർ +1 ആയിരിക്കും. ആന്റി ബേരിയോൺസ് ആയിട്ടുള്ളതിന് -1 ആയിരിക്കും. ബേരിയോണുകളെ അല്ലാത്ത പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ലെപ്റ്റോണിന്റെ ബേരിയോൺ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, 0 ആണ്. പിന്നെയുള്ളത് ചാർജ്. അപ്പൊ ക്യൂവും ബിയും എല്ലും കൺസേർവ്ഡ് ആണോ നോക്കുക. ക്യൂവും ബിയും എല്ലും ഒരു റിയാക്ഷന്റെ കൺസേർവ്ഡ് ആണെങ്കിൽ ആ ഒരു റിയാക്ഷൻ നടക്കും എന്നാണ് പറയുക. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കൺസേർവ്ഡ് അല്ലെങ്കിൽ ആ റിയാക്ഷൻ ഫോർബിഡൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ. അടുത്തത് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആണ്. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലേക്ക് വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയാണ്, ഓരോന്നിന്റെയും സിമ്പിൾ ക്യൂബിന്റെ എത്രയാണ് 1, ബോഡി സെന്റേർഡിന്റെ 2, ഫേസ് സെന്റേർഡിന്റെ 4 ആറ്റംസ് ആണ്. ഡെൻസിറ്റി ഓഫ് പാക്കിംഗ് അല്ലെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിക്കും. സിമ്പിൾ ക്യൂബിന്റെ π/6 ഈ രീതിയിലും പഠിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പെർസെന്റേജ് ആയിട്ടും പഠിക്കണം. ബോഡി സെന്റേർഡ് ക്യൂബിന്റെ √3π/8 ആണ്, 68%. ആൻഡ് ഫേസ് സെന്റേർഡിന്റെ എത്രയാണ്, 74% അല്ലെ. ഇത് സിമ്പിൾ ക്യൂബിന്റെ എത്രയാണ്, 52%. ഇതൊക്കെ പെർസെന്റേജിലും പഠിക്കുക, ഈ വാല്യൂസും പഠിക്കുക. രണ്ട് രീതിയിലും എക്സാമിന് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ ഓഫ് ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ 6, ബോഡി സെന്റേർഡ് 8, ഫേസ് സെന്റേർഡ് 12. വാല്യൂ ഓഫ് ആറ്റോമിക് റേഡിയ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ A/2, ബോഡി സെന്റേർഡിന്റെ √3a/4, ഫേസ് സെന്റേർഡിന്റെ √2a/4. അപ്പൊ ഫേസ് സെന്റേർഡിന്റെ √2a/4 ചിലപ്പോൾ എങ്ങനെയും കാണാം, √2a/4 നമുക്ക് എങ്ങനെ എഴുതാം, 2 × √2 × √2 എന്ന് എഴുതാം അല്ലെ. കാരണം എന്താ, √2 × √2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ആക്കാൻ പറ്റും അല്ലെ. √2 × √2 2 ആണ്. അപ്പൊ 2 × 2 4. അപ്പൊ ഈ √2 ഈ √2 കട്ട് ചെയ്യുമ്പോൾ a/2 √2 എന്നും കിട്ടും അല്ലെ. അപ്പൊ r = a/2 √2. ഈ രീതിയിലും എക്സാമിന് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് മാത്രം പഠിച്ചു പോകുമ്പോൾ ഈ രീതിയിലേക്ക് ഇത് ഓപ്ഷനിൽ കണ്ടില്ല, എറർ ആണെന്ന് പറയാതെ ഇങ്ങനെ ഒന്ന് നമ്മൾ പഠിച്ച ആൻസർ കിട്ടുന്നില്ല, ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യമെങ്കിലും വരും അല്ലെ. ഇനി അതേപോലെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടുന്ന ഏരിയ ആണ് അല്ലെ. ഇപ്പൊ ക്രിസ്റ്റൽ സിസ്റ്റം പഠിക്കണം, എത്ര ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്, അതിന്റെയൊക്കെ ആക്സിസും ആംഗിളും തമ്മിലുള്ള റിലേഷനുകൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ക്രിസ്റ്റൽ സിസ്റ്റം.
അതേപോലെ തന്നെ റെസിപ്രോക്കൽ ലാറ്റിസുകൾ അല്ലെ, ആ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സിമ്പിൾ ക്യൂബിക്കിന്റെ റെസിപ്രോക്കൽ സെൽഫ് റെസിപ്രോക്കൽ ആണ്, അത് സിമ്പിൾ ക്യൂബിക് തന്നെയാണ്. FCCയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് ഏതാണ്? BCC ആണ്. BCCയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് ഏതാണ്? FCC ആണ് അല്ലെ. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ. പിന്നെ അതേപോലെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചിട്ട് പോവുക. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണ്, അതേപോലെ മീസ്നർ ഇഫക്റ്റ് എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. എന്താണ് മീസ്നർ ഇഫക്റ്റ്? ഓക്കെ, അപ്പോൾ മീസ്നർ ഇഫക്റ്റ്. പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന എവിടെയാണ്? ബിലോ TC ആണ് കേട്ടോ. ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ് ഒരു മെറ്റീരിയൽ അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള സൂപ്പർ കണ്ടക്ടറിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണം. ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പൊ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കോളം ഒക്കെ ആക്കിയിട്ട് നമ്മളിവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്, രണ്ടിന്റെ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അത് രണ്ട് വ്യത്യാസം, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഓക്കെ, നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺ തിയറി ജസ്റ്റ് ഒന്ന് നോക്കുക, ബാൻഡ് തിയറി ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാ കാര്യങ്ങളിലും നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റില്ല, വീഡിയോസ് ഒത്തിരി ലെങ്ത് ആവും. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ നോക്കണം എന്ന് പറയുന്ന ഏരിയാസ് നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ഡയാമാഗ്നറ്റ്സ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോ മാഗ്നറ്റ്, ആന്റി ഫെറോ മാഗ്നറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും, സസെപ്റ്റിബിലിറ്റി എങ്ങനെയാണ്, അതിന്റെ വാല്യൂസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും ഓരോ ഫീച്ചേഴ്സുകളും 4 പദാർത്ഥങ്ങളുടെയും എന്താ ഫീച്ചേഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് വരാം അല്ലെ. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ കൃത്യമായിട്ട് നോക്കിയിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത നമുക്ക് തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. dq is equal to du plus dw എന്നാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ, എഫിഷ്യൻസി is equal to work output in energy unit by heat input in the same energy units ആണ് W/Q എന്ന് പറയുന്നത്. അതായത് Q1 minus Q2 by Q1, അല്ലെങ്കിൽ 1 minus Q2 by Q1 എഴുതാം, അല്ലെങ്കിൽ in terms of temperature ആണെങ്കിൽ 1 minus T2 by T1. അപ്പോൾ ഈ രീതിയിൽ രണ്ട് Qന്റെ ടേംസിലും Tന്റെ ടേമിലും നമുക്ക് സോൾവ്, ഇവിടെ ഇനി നമുക്ക് 1 minus Q2 by Q1 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം കേട്ടോ ഈ ഒരു ഇക്വേഷന്. അതല്ലെങ്കിൽ ടെമ്പറേച്ചർ അതായിരുന്നെങ്കിൽ 1 minus T2 by T1. മിക്കവാറും ഈ ടെമ്പറേച്ചറിന്റെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ടെമ്പറേച്ചർ 1 minus T2 by T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷി സ്റ്റേറ്റ്മെന്റും ആണ് അതിനകത്ത് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇനി എൻട്രോപ്പി എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർനെസ് ഓഫ് എ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ ഫോർ ഒരു റിവേഴ്സിബിൾ കണ്ടീഷൻ ആണെങ്കിൽ ds/dq എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പി അല്ലെ. ds/dq എന്ന് പറയുന്നത് ds എന്ന് പറയുന്നത് എന്താണ്? is equal to dq/dt ആണ്. ds equal to dq/dt. Okay, for a reversible condition ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ds is equal to dq/dt എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ TDS ഇക്വേഷൻസ് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അവർ കഴിഞ്ഞ 2 തവണയായിട്ട് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഫസ്റ്റ് TDS ഇക്വേഷനും സെക്കൻഡ് TDS ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ. TDS is equal to CV dt plus T dou P by dou T into dV ആണ് ഫസ്റ്റ് TDS ഇക്വേഷൻ. സെക്കൻഡ് TDS equal to CP dt minus T into dou V by dou T
at constant pressure into dp is equal to എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് TdS ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കഴിഞ്ഞ 2 തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നതുകൊണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് തെർമോഡൈനാമിക്സിൽ ഓരോ കേസ് ഐസോതെർമൽ എക്സ്പാൻഷന്റെ കേസിൽ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ കേസിലൊക്കെ വർക്ക് ഡൺ ഇക്വേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി +2 തന്നെ പഠിച്ചതായതുകൊണ്ട് ഞാൻ അത് ഈ ഒരു സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലെ. പിന്നെ നമുക്ക് CP - CV = R എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഈ ഇക്വേഷനുകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി ക്ലോഷ്യസ് ക്ലാപ്പറോൺ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ആയിട്ട് ചോദിക്കും. പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. dp/dt = L/T × V2 - V1. ഓക്കെ. ക്ലോഷ്യസ് ക്ലാപ്പറോൺ ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ. എന്താണ് ക്ലോഷ്യസ് ക്ലാപ്പറോണിന്റെ ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ചേഞ്ച് ഇൻ പ്രഷർ dp/dt എന്ന് പറയുന്നത് = L/T × V2/V1 ആണ്. വേറെ V എന്ന് പറയുന്നത് എന്താണ് വോളിയം ആണ്. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളതാണ് സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻസ് ലോ. അപ്പം ഇത് വെച്ചിട്ട് പ്രോബ്ലം ആണെങ്കിലും ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇക്വേഷൻ എന്താണെന്ന് ജസ്റ്റ്. അപ്പൊ എന്താണ് റേറ്റ് ഓഫ് എനർജി റേഡിയേഷൻ, ഈ റേറ്റ് ഓഫ് എനർജി = σT⁴. അല്ലെങ്കിൽ ഈ എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണെന്ന് ചോദിക്കാം. എന്താണ് T⁴ ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. പിന്നെ വേറെന്താണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് വരുന്തോറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്താണ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ആ സ്റ്റാറ്റിസ്റ്റിക്സുകൾ നിങ്ങളൊന്ന് നോക്കിയിരിക്കണം. ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും പ്രോപ്പർട്ടീസുകൾ, അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്, ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് അറിയാം അല്ലെ. എന്താണ് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെ. മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? Ni = gi/e⁴ + βEi അല്ലെ. ഇതാണ് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എന്താണ് ആവറേജ് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. എന്താണ് √8 kT/πm. ഇമ്പോർട്ടന്റ് ആണ്. √8 kT/πm. ഓക്കെ. ഇനി അടുത്തതാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. √2 kT/m അല്ലെ. അടുത്ത RMS വെലോസിറ്റി എന്ന് പറയും. RMS വെലോസിറ്റി എന്താണ് √3 kT/m ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ 3 ഇക്വേഷൻസ് ഉണ്ട്. ഈ 3 ഇക്വേഷനും പഠിച്ചിരിക്കണം. കൂടാതെ ഈ റിലേഷൻ ഒന്ന് നോക്കി വെക്കുക. VRMS is greater than VAverage greater than V most probable. ഓക്കെ. അപ്പൊ ഈ ഒരു ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പ്രീവിയസ് എക്സാമിന് എപ്പോഴും തന്നെ മിക്കവാറും എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. VRMS, VAverage, V most probable മൂന്നിന്റെയും വാല്യൂ അറിയണം. ആവറേജ് വെലോസിറ്റി എന്താണ് 8 kT/πm അല്ലെ. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി √2 kT. എല്ലാത്തിനും റൂട്ട് ഉണ്ട് കേട്ടോ. ആവറേജ് വെലോസിറ്റി √8 kT/πm, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി √2 kT/m, RMS √3 kT/m. ഓക്കെ. ഇങ്ങനെയാണ് 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഫെർമി എനർജിയുടെ റിലേഷൻ. ഫെർമി എനർജി EF = K × TF. T is a ഫെർമി ടെമ്പറേച്ചർ ആണ്. എന്താ TF എന്ന് പറയുന്നത് ഫെർമി ടെമ്പറേച്ചർ ആണ്. K എന്ന് പറയുന്നത് എന്താണ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് കേട്ടോ.
ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ഫെർമി എനർജി എന്ന് പറയുന്നത് എന്താണ്? EF is equal to K into TF ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ്? പിന്നെ ഇതിനകത്ത് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എന്താണ്? ലാംഡ മാക്സ് ഇൻറ്റു ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റന്റ്. എന്താണിത്? വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ് അല്ലെ? WEINS, വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ് ഇത്. ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിന് പ്രോബ്ലംസ് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ചോദിക്കാം അല്ലെ? ഇനി അതേപോലെ തന്നെ എൻസെമ്പിൾ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ എൻസെമ്പിൾസ് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. 3 ടൈപ്പ് ഓഫ് എൻസെമ്പിൾസ്, മൈക്രോ കനോണിക്കൽ ഉണ്ട്, കനോണിക്കൽ ഉണ്ട്, ഗ്രാൻഡ് കനോണിക്കൽ ഉണ്ട് അല്ലെ? അതിനകത്ത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾസ് ഉണ്ട്. മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ കോൺസ്റ്റന്റ് എന്നുള്ളത് അറിയണം. ടോട്ടൽ എനർജി, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ, EVN കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഏതില്? മൈക്രോ കനോണിക്കല്. മൈക്രോ കനോണിക്കല്. ഇനി അതേപോലെ തന്നെ കനോണിക്കൽ എൻസെമ്പിൾ ഉണ്ട്. ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആണ്. ഏതില്? കനോണിക്കല്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഗ്രാൻഡ് കനോണിക്കൽ. എന്താണ്? ഗ്രാൻഡ് കനോണിക്കൽ. ഗ്രാൻഡ് കനോണിക്കൽ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ, വോളിയം ആൻഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ ന്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഓരോന്നിന്റെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. പിന്നെ S is equal to K log omega. ഈ ഇക്വേഷൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോറി, S is equal to K log omega. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ അത്യാവശ്യം 3-4 പേപ്പർ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഇനിയുമുണ്ട് പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്പെക്ട്രോസ്കോപ്പി, അതേപോലെ EMT ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെ? ഇത്രയും പേപ്പേഴ്സും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് പോകണം അല്ലെ? അപ്പൊ ഞാൻ ഈ പേപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ അത്യാവശ്യം ഏരിയാസും കണ്ടന്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പീരീഡ് ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഈ ഒരു റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുക (x_p e⁻⁻p). ഇത് കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി വളരെ എളുപ്പത്തിൽ ഒരു മെത്തേഡ് ഉണ്ട്. നമുക്കൊരു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ പോയിസൺ ബ്രാക്കറ്റ് ചെയ്യുക, ശേഷം ആ ആൻസറിനെ ഇൻറ്റു അയോട്ട അല്ലെ, i വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിന്റെ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക അല്ലെ? അപ്പൊ നമുക്കറിയാം പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ എ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബി ബൈ ഡോ പി മൈനസ് ഡോ എ ബൈ ഡോ പി ഡോ ബി ബൈ ഡോ എക്സ് അല്ലെ? ഇങ്ങനെയല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആൻഡ് ബി ഇസ് ഈക്വൽ ടു പി e⁻⁻p അല്ലെ? അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്തേ. അപ്പൊ ഈ സെക്കൻഡ് ടേം നോക്കിക്കേ, എ എന്ന് പറയുമ്പോൾ എക്സ് ആണ്, അതിൽ പി ഇല്ല. ബിയില് പി e⁻⁻p ആണ്, അതിൽ എക്സ് ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത്രയും ടേം 0 ആയി. ഇപ്പൊ നമുക്ക് ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഡോ എ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ എക്സ് ബൈ ഡോ എക്സ് തന്നെ അല്ലെ? 1 ഇൻറ്റു അടുത്ത ഡോ ബി ബൈ ഡോ പി ചെയ്യണം അല്ലെ? അപ്പൊ പി e⁻⁻p ആണ്. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? യു ഡാഷ് വി അല്ലെ? യു ഡാഷ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു വി e⁻⁻p പ്ലസ് യു വി ഡാഷ് പി e⁻⁻p ഇൻറ്റു -1
അല്ലെ? ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇ റേസ് ടു മൈനസ് പി കോമൺ ആണ്, നമുക്ക് പുറത്തെടുക്കാം. ഇ റേസ് ടു മൈനസ് പി ഇൻറ്റു 1 മൈനസ് പി എന്ന് കിട്ടും അല്ലെ? ഇതാണ് പോയിസൺ ബ്രാക്കറ്റിന്റെ റിസൾട്ട്. ഇതിന്റെ കൂടെ ഐ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമുക്ക് കിട്ടിക്കോളും. കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിന്റെ സൊല്യൂഷൻ ആണ് കിട്ടുക. അപ്പൊ ഇവിടുന്ന് ഓപ്ഷൻ നോക്കിക്കേ, വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പൊ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് കാണാൻ പറ്റി. ഏതായിരിക്കും ഓപ്ഷൻ വരിക? I into 1 minus p e raised to p. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലെ? ഇത് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് കോംപ്ലക്സ് the value of complex integral of c 3z square plus 7z plus 1 by z plus 1 dz where c is mod z equal to half is. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ് അല്ലെ? അപ്പം ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെയ്താൽ ടൈം പോവോ, ഉത്തരം കിട്ടുമോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത്, ചില സമയത്ത് നിങ്ങൾ ഈ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വാല്യൂ ഓഫ് പോൾ ഒന്ന് ഡിറ്റർമൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാ പോള് ചെയ്യുക? ഇസഡ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ ഇസഡിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. നോക്കിക്കേ, ഇവിടെ ഈ പ്രോബ്ലം ഇതോടെ അവസാനിച്ചു അല്ലെ? നമ്മൾ ഉദ്ദേശിച്ച പോലെ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യണ്ട. ഇസഡ് ഈസ് ഈക്വൽ ടു -1 ആണ് അല്ലെ? ഇവിടെ സർക്കിൾ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് പറയുന്നു അല്ലെ? അപ്പൊ ഈ പോള് ഈ സർക്കിളിനുള്ളിൽ റിസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഓപ്ഷൻ എന്താണ്? ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. കണ്ടോ, അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് ടഫ് ആയിരിക്കും എന്ന് ഇവാലുവേറ്റ് ചെയ്യരുത്. എപ്പോഴും പോള് ഡിറ്റർമൈൻ ചെയ്യുക. ചിലപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പറ്റുമോ ഇല്ലയോ, കിട്ടുമോ, സമയം പോവോ എന്നൊന്നും പേടിച്ച് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. ക്വസ്റ്റ്യൻസ് നോക്കുക, ചിലപ്പം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അടുത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ദ ഡീജനറസി ഓഫ് ദ n equal to 2 ലെവൽ ഫോർ എ 3-dimensional ഐസോട്രോപിക് ഓസിലേറ്റർ ഈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് എക്സാമിന് നമുക്കറിയാം ആവറേജ് ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു 12 to 13 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ, എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഉറപ്പാണ് അല്ലെ? അപ്പൊ അതിനകത്ത് 10 ക്വസ്റ്റ്യനിൽ 10ഉം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും? ഒരിക്കലും അല്ല അല്ലെ? അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ദ ഡീജനറസി ഓഫ് 3-dimensional ഐസോട്രോപിക് ഓസിലേറ്റർ എന്താണ്? ഹാഫ് ഇൻറ്റു n+1 ഇൻറ്റു n+2 അല്ലെ? ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്വേഷൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം അത്ര സ്ട്രോങ് അല്ല കേട്ടോ. സ്ട്രോങ് അല്ല, നിങ്ങൾക്ക് ബേസ് പോലും നിങ്ങൾ ഓക്കെ ആക്കിയിട്ടില്ല. അപ്പൊ ഹാഫ് ഓഫ് n+1 ഇൻറ്റു n+2 ആണ് അല്ലെ? അപ്പൊ for n equal to 2 ലെവൽ ആണ് അല്ലെ? for n equal to 2 n ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് ഓഫ് 2 + 1 3 ഇൻറ്റു 2 + 2 4 അല്ലെ? അപ്പൊ എത്ര വരും? ഹാഫ് ഓഫ് 12. ഹാഫ് ഓഫ് 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 6. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലെ? അപ്പൊ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ശേഷം മാത്രം ഹയർ ലെവലിലേക്ക് ബിൽഡ് ചെയ്തു പോവുക. കാരണം സെറ്റ് എക്സാമിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ? 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതില് ജനറൽ കാറ്റഗറിക്കാണ് ഏറ്റവും വലിയ കട്ട് ഓഫ് അല്ലെ? അത് എത്രയാണ്? 48 മാത്രമാണ് അല്ലെ? ബാക്കി ഇനിയിപ്പോ നിങ്ങൾ 50 കൂട്ടിക്കോ, എന്നാൽ കൂടെ, അതായത് ഈ പറയുന്ന 10 എണ്ണത്തിൽ ഒരു 4 എണ്ണോ 5 എണ്ണെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു ബേസ് ലെവൽ ചോദിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ബേസിക്സ് സ്ട്രോങ് ആയിട്ട് പഠിച്ചാലും സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് പാസ്സാവാൻ പറ്റാത്ത എപ്പോഴാ? നമുക്ക് ബേസും അറിയില്ല, എന്നാൽ നമ്മൾ ഹയർ ലെവലിലേക്ക് എത്തിയിട്ടുമില്ല അല്ലെ? ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാതെ പോകുന്നവരാണ് ഈ ഒരു പറയുന്ന സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ. ഒന്നും ഓർക്കണം, നെഗറ്റീവ് ഇല്ലാത്തൊരു എക്സാം ആണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു ചെറിയ എഫേർട്ട് ഇട്ടാൽ 120ൽ ഒരു 50 മാർക്ക് നമുക്ക് കിട്ടാതിരിക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. നിങ്ങൾ
വലിയ വലിയ ക്വസ്റ്റ്യൻ വേണം, വലിയ വലിയ ക്വസ്റ്റ്യൻ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ ബേസിക്സ് നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു എക്സാമിന് പോയിക്ക്. നിങ്ങൾക്ക് സെറ്റ് പോലുള്ള ഒരു എക്സാം, ഒരു PSC ലെവൽ അല്ലെങ്കിൽ നെഗറ്റീവ് എക്സാംസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഇത് പറയില്ല. പക്ഷെ സെറ്റ്, കേട്ടറ്റ് പോലുള്ള എക്സാമിനൊക്കെ നിങ്ങൾ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അല്ലെ? അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 6t³ + 3 sin 4t ഈസ്, അല്ലെ? നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് അറിയുമെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനാദ്യം രണ്ട് ഇക്വേഷൻ, അല്ലെ? 6t³ + 3 sin 4t, അല്ലെ? രണ്ട് ഇക്വേഷൻ നമുക്ക് അറിയണം. ഒന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to n. അതെന്താണ്? n factorial by s raised to n plus 1, അല്ലെ? s raised to n plus 1. ഇതാണ് എന്ത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to n. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin at, അല്ലെ? ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. That is equal to a by s square plus a square. അപ്പൊ ഈ രണ്ട് റിസൾട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെ? നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. The wave function of the ground state of hydrogen has a form. അപ്പൊ എന്താ, നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അല്ലെ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. phi is equal to, അല്ലെങ്കിൽ psi is equal to 1/√pi a³ e raised to minus r by a, അല്ലെ? നമ്മൾ പഠിക്കുന്നതാണ്, ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു വേവ് ഫംഗ്ഷന്റെ ഫോം അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ എക്സ്റ്റൻഡഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഇക്വേഷൻ അറിയണം. ചില സമയത്ത് അവർ ഈ ഇക്വേഷൻ തരും, എന്നിട്ടാണ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ തന്നിട്ടില്ല എന്നുള്ള കേസിൽ നമുക്കിത് യൂസ്ഫുൾ ആവണമെങ്കിൽ, ഇത്തരം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. അടുത്ത നോക്കുക, വളരെ എളുപ്പമാണ്. എനർജി ഐഗൺ വാല്യൂ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആർ പ്രൊപ്പോർഷണൽ ടു. അപ്പൊ നമുക്കറിയാം ഈ n എന്ന് പറയുന്നത് -13.6 z²/n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് z² എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലെ? അപ്പൊ -13.6/n² ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. മൈനസ് ഉണ്ടെങ്കിൽ -1/n² ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് പാസ് ആവാനുള്ളത് തീർച്ചയായിട്ടും തിയറി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. കാരണം നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് പാസ് ആവണമെങ്കിൽ ജസ്റ്റ് തിയറി മാത്രം പോരതാനും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് വേണ്ട നീഡഡ് കെയർ കൊടുക്കേണ്ട സ്ഥലങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, നോക്കാം. Eigen value of a particle in a box of length L is equal to. എന്താണ് ആൻസർ? നമുക്കൊന്നും നോക്കാനില്ല, അല്ലെ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, √2/L, അല്ലെ? ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. Eigen value of particle in a box നമുക്കറിയാം. psi is equal to a sin n/x/L ആണ്. നോർമലൈസേഷൻ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂ ആണ് √2/L എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക തന്നെ വേണം. അത് എക്സാം പോയിന്റിൽ പെട്ടെന്ന് ഈ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊരു നോർമൽ, ഇപ്പൊ നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു നീഡഡ് ആയിട്ടുള്ള കാര്യമല്ല എങ്കിൽ കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്താ എക്സാം, ഇപ്പൊ സെറ്റ് എക്സാം പോലുള്ള മറ്റു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യും, അത് മെമ്മറൈസ് ചെയ്യും തീർച്ചയായിട്ടും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മുടെ സൈഡ് ഇക്വേഷൻ എഴുതുന്നു, നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, എന്നിട്ടാണ് എയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ അത്രയ്ക്കൊന്നും സമയം നമുക്ക് അറിയാവുന്ന, നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റിന് കളയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാത്ത ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് നമുക്ക് സമയം വേണം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒന്ന് മെമ്മറൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് ഓപ്പാമിലെ സ്ലൂ റേറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2πf ഫ്രീക്വൻസി ആണ്, v വോൾട്ടേജ് ബൈ 10⁻⁶ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്നാണ് സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 ×
3.14 into frequency അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുക പവർ ഓഫ് ബാൻഡ് വിഡ്ത്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ an op amp peak of output sine wave is 10 volt and slew rate 0.5 volt per microsecond. The power bandwidth. അപ്പോൾ പവർ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിറ്റ് നോക്കിക്കേ കിലോ ഹെർട്സ് ആണ്. അപ്പോൾ ഹെർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫ്രീക്വൻസി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രീക്വൻസി ഇൻറ്റു വോൾട്ടേജ് 10 ആണെന്ന് തന്നിട്ടുണ്ട് ബൈ 10⁻⁶ ആണ് സ്ലൂ റേറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? ഫ്രീക്വൻസി ഈക്വൽ ടു സ്ലൂ റേറ്റ് ഇൻറ്റു 10⁻⁶ ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 10 വരും അല്ലേ? അപ്പം നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലൂ റേറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സ്ലൂ റേറ്റ് എത്രയാണ്? 0.5 ആണ്. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പം ഇവിടെ നമുക്ക് 0.5 വരും. അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ ഓക്കെ അപ്പം ഇതിൻ്റെ ഡിജിറ്റ് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0.079 ഇൻറ്റു പിന്നെ ഇവിടെ 10⁻⁶/10 എന്നുള്ളത് വരും. ഓക്കെ, അതായത് ഈ ഒരു ടേംസിന് ഇത്രയും സോൾവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ബാക്കി നമുക്കൊന്നും നോക്കാനില്ല. ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. 0.79 ആണ് അല്ലെ? അപ്പൊ അതായത് എന്ത് വരും? 7.96 ഇൻറ്റു 10⁻³ ഹേർട്സ് വരും അല്ലെ? അതായത് 7.96 കിലോ ഹേർട്സ് എന്നായിരിക്കും ആൻസർ വരിക. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ഒരു 45 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, കുറച്ച് കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റിവിഷൻ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഏകദേശം ഫിസിക്സിൽ നമുക്കൊരു 10 സബ്ജക്റ്റോളം ഡിവിഷൻ ഉണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച് ഒരു സബ്ജക്റ്റിന് റിവിഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ടൈം ആവും അല്ലേ? അപ്പം എന്തായാലും ഒരു ചെറിയൊരു 45 മിനിറ്റിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ ആണ് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കാര്യങ്ങൾ അപ്പൊ ഇത് ഈ ഒരു വീഡിയോ കണ്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുമെന്നല്ല പറയുന്നത്, ഏരിയാസ് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഏരിയാസ് ഫോക്കസ് ചെയ്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ.